കേരളത്തിന് പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരും സമരത്തിലേക്ക്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് കേരള ഘടകം സ്വീകരിക്കുമ്പോഴാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിനെതിരെ തിരിയുന്നത്. ഈ വിഷയത്തിലാണ് ഇന്ന് പൊതുവേദി ചർച്ച. പൊതുവേദി ചോദിക്കുന്നു, വെട്ടിലായോ കേരളത്തിലെ പ്രതിപക്ഷം? സ്വാഗതം. ആദ്യത്തെ കോൾ വടകരയിൽ നിന്ന് ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കർണാടകയും സമരത്തിലേക്ക് കടക്കുന്നു കേന്ദ്രത്തിനെതിരെ. കേരളത്തിൽ പക്ഷേ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് മറ്റൊന്നാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. നമസ്കാരം. ഇതിൽ വെട്ടിലാകുന്ന ഒരു പ്രശ്നമില്ല മാഡം. കേരളത്തിൽ ഇവർ തമ്മിൽ പോരടിച്ചിട്ട് ഒന്നല്ലേ ഇവർ INDA മുന്നണിയല്ലേ. അത് കർണാടകത്തിൽ അവർക്ക് പ്രശ്നമില്ല. അവിടെ CPIM ഇല്ല. അവിടെ മറ്റുള്ള കക്ഷികളെല്ലാം ഒന്നിച്ചാണ്. CPIM അവിടെ ശക്തിയില്ല. ഇവിടെ CPIM കേരളത്തിൽ സ്വന്തം ഭരിക്കാൻ മുന്നണി ആക്കി ഭരിക്കാന്നുള്ള ഒരു ധാരണ കൊണ്ട് അവർ കോൺഗ്രസ് യോജിക്കില്ല. കോൺഗ്രസിന് ഭരണം കേരളത്തിൽ പിടിക്കേണ്ടിട്ട് കോൺഗ്രസ് CPIM യോജിക്കില്ല. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇതാ ഞങ്ങൾ മുമ്പേ പറയുന്നത്. ഈ INDA മുന്നണിയാണ്. ഇവർ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മുന്നണിയായി മത്സരിച്ചാൽ മതി. സീറ്റ് വേദിച്ചെടുത്തിട്ട് അത് 10, 10 ആയാലും 8, 9, 11 ആയാലും ഇല്ല. എന്തിന് കേരളത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇവർ കളവല്ലേ പറയുന്നത്. ഇവർ ഇവിടുന്ന് കോൺഗ്രസിനെതിരായിട്ട് പോരടിച്ചിട്ട് ഈ CPIM MP ജയിച്ചാൽ അവിടെ പോയിട്ട് കോൺഗ്രസിനല്ലേ പിന്തുണ കൊടുക്കുക. അപ്പൊ ഇത് ജനങ്ങൾ വിട്ടികൾ ജനാധിപത്യത്തിൽ പാടില്ല. ശരി, രവീന്ദ്രൻ ചേരുന്നു മുണ്ടക്കയത്ത് നിന്ന്. രവീന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, ഇവരെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയും. ഇവരിപ്പോ പരസ്പരം വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇന്നലെ തന്നെ നമ്മുടെ ഒരു MLA നിയമസഭയിലാ പറഞ്ഞത്, അല്ല വെളിയിൽ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. അത് നിയമസഭയിൽ കിടക്കുന്ന ഒരു കാര്യം, അത് രേഖാമൂലമുള്ള ഒരു കാര്യമല്ല. 150 കോടി രൂപ VD സതീശന് കിട്ടിയെന്നാ പറയുന്നത്. അപ്പൊ 2 ഘടകമായിട്ട് അമ്പവച്ച് കിട്ടിയെന്നാ പറഞ്ഞത്. മീൻ കൊണ്ടിരുന്ന വണ്ടിയിൽ കണ്ടെയ്നർ ലോറിയെ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ട് തെളിവും പുള്ളിയിലുണ്ട്. ഇനിയിപ്പോ കണ്ടില്ലേ, മുഖ്യമന്ത്രിയുടെയും മക്കളുടെയും പേരിലും ഈ അഴിമതി കൊണ്ട് മൂടി നിൽക്കാൻ നമ്മൾ ഇവരെ എങ്ങനെ ജയിപ്പിച്ച് കേന്ദ്രത്തിലോട്ട് വരുന്നത്? കേന്ദ്രത്തിലോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവര് കേന്ദ്രം മുഴുവൻ വിഴുങ്ങിയല്ലേ രണ്ടു കൂട്ടരും കൂടെ. ഈ ചില്ലറക്കാരെല്ലാം കൂടെ കൂടി മുറിക്കും പറമ്പ് എല്ലാം കൂടെ കൂടി നമ്മളെ വിഴുങ്ങും. അതിപ്പേദം ഇവരെ ജയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരി, കണ്ണദാസൻ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ കണ്ണദാസൻ, കേരളത്തിലെ പ്രതിപക്ഷം കർണാടകത്തിന്റെ ഈ തീരുമാനത്തിലൂടെ വെട്ടിലായിട്ടുണ്ടോ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. കണ്ണദാസൻ, പാലക്കാട്. ഹലോ, പറയൂ, കേൾക്കാം. പിന്നെ പാർട്ടികളല്ലാത്ത പാർട്ടികളിലൊക്കെ നോട്ട് നിരോധിച്ച പോലെ നിരോധിക്കണം മാഡം. ഇപ്പൊ 7 ദേശീയ പാർട്ടികളാണ് ഉള്ളത്. അത് മാത്രം മതി. മറ്റുള്ളതിനൊക്കെ നിരോധിച്ചെങ്കിലോ ഇന്ത്യ രക്ഷപ്പെടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ദേശീയ പാർട്ടി അല്ലാത്ത പാർട്ടികളൊക്കെ നോട്ട് നിരോധിച്ച പോലെ നിരോധിക്കണം പറയാം. മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. അപ്പോ പിന്നെ മറ്റൊരവിടെ തുടങ്ങാൻ പോണതിന്റെ മുമ്പായിട്ട് വരും തുടങ്ങുന്നുണ്ട് കാരണം. അപ്പൊ അവർക്കും ഒന്നും കൊടുക്കണില്ല എന്നുള്ള പറഞ്ഞു. അതും കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയാണ്. ഇവിടെയും പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും? മറ്റൊരു അവിടെ സമരം ചെയ്തിരിക്കുമ്പോ മറ്റേ ഗാർഗിയും വേറുള്ളവരൊക്കെ അന്ന് ചാനലിൽ കണ്ടു അതിന്റെ സമ്മേളനം കൂടുന്നതൊക്കെ. അപ്പൊ ഇവർക്കൊരു നാണാവൂല അവിടെ പോയി ഇരിക്കാന്. മറ്റൊരു ഇരിക്കുമ്പോ രണ്ടും കോൺഗ്രസ് തന്നെയല്ലേ. അപ്പൊ ആവശ്യത്തിന് സമരം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഇവരും മനസ്സിലായിക്കോട്ടെ. അല്ലാതെ അവർക്ക് ഇങ്ങനെ പിന്നെ വർത്തമാനം മുട്ടിക്കൊണ്ടിരുന്നാൽ ശരിയാവുമോ? ശരി, രവീന്ദ്രൻ ചേരുന്നു ആലത്തൂരിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന് പിന്നാലെ കർണാടകയും സമരത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം എന്തു ചെയ്യും? പ്രതിപക്ഷം വെട്ടിലായോ? കേരളത്തിലെ പ്രതിപക്ഷം വെട്ടിലായോ എന്നാണല്ലോ മേഡം ചോദ്യം. ഈ ചോദ്യം തന്നെ അപ്രസക്തമല്ലേ? അവിടെ CPM ഉണ്ടായിന്. അവിടെ മരുന്നിന് പോലും ഈ CPM എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടിക്കുഴക്കേണ്ട ഒരു സംസ്ഥാനങ്ങൾക്കെതിരായ സംസ്ഥാനങ്ങൾക്ക് ഭരണകക്ഷിയാണ് അവര്. അപ്പൊ അവര് അവിടെ സമരത്തിന് പോകുന്നു. ഇവിടുത്തെ ഭരണകക്ഷി ഇവര് നേരിട്ട് പോകട്ടെ. എന്തിനാണ് പ്രതിപക്ഷത്തെ കൂട്ടുപിടിക്കുന്നത്? പ്രതിപക്ഷത്തെ ഏത് കാര്യത്തിനും തല്ലിച്ചതയ്ക്കുന്ന ഒരു സർക്കാർ എന്തിനാണ് ഈ കാര്യത്തിന് മാത്രം പ്രതിപക്ഷത്തെ കൂടി? പിണറായിക്ക് തന്റെ ഉണ്ട്. പിണറായി തന്നെ പോയി അവിടെ ഇരിക്കട്ടെന്നേ. അല്ലാതെ എന്തിനാണ് ഈ പ്രതിപക്ഷത്തിന്റെ നാട്ടുകാരുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ്. കർണാടകമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കർണാടക അവരുടെ ആവശ്യങ്ങൾക്ക് പോകുന്നു. ഇവിടെ കേരളത്തിന്റെ ആവശ്യത്തിന് പോകുന്നു. അത്ര തന്നെ. അതിന് പിണറായി സമരത്തിനൊന്നും പോകണില്ല കേട്ടോ. അത് വേറെ കാര്യം. അവിടെ നിന്ന് പുള്ളി
ഫുഡ് അടിച്ചിട്ട് പോരാനുള്ള പരിപാടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു സമരത്തിന് പിണറായി പോയില്ല, പോയാ മകളകത്താവും. അറിയാലോ കഥയൊക്കെ. ആ കഥ നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. ശരി, രാജൻ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, ഈ 18 വാഴകള് കോൺഗ്രസിന്റെ ഇവിടുന്ന് പിന്നെ പാർലമെന്റിൽ പോയിട്ടുണ്ട്. ഒരു പ്രയോജനവും കേരളത്തിനില്ല. അവരോട് അറ്റ്ലീസ്റ്റ് മാഡം ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, പിന്നെ കർണാടകത്തിന് വേണ്ടിയെങ്കിലും പോയി ഒന്ന് സമരം ചെയ്യാൻ അവിടെ. കാരണം പിന്നെ കേന്ദ്രത്തിൽ പോയി ആ കർണാടകം ഇപ്പൊ കരയുന്നു. 67,000 കോടി കിട്ടാനുണ്ട്, അവരുടെ ക്ഷേമ പദ്ധതികളൊന്നും നടക്കുന്നില്ല, പിന്നെ ബാധ്യകാരന്മാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കാശില്ലെന്നൊക്കെ പറയും. കേരളത്തിനോ ഒരു ഗുണവും ഇല്ല ഈ 18 വാഴകളും. അവർക്ക് ആ കോൺഗ്രസിന്റെ ആ കർണാടകയിലെ ആൾക്കാർക്ക് വേണ്ടി പോയി സമരം ചെയ്യാൻ പറ. സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? കേരളം സമരം പ്രഖ്യാപിക്കുന്നു കേന്ദ്രത്തിനെതിരെ. കർണാടക അതിനുശേഷമാണ് പ്രഖ്യാപനമെങ്കിലും ആദ്യം നടക്കാൻ പോകുന്നത് കർണാടകയുടെ സമരമാണ്. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് വെട്ടിലാവുന്നുണ്ട്. നമസ്കാരം മാഡം. എനിക്ക് പറയാനുള്ളത്, ഈ കർണാടകയിൽ ഇപ്പൊ ഈ മിനിസ്ട്രി വന്നിട്ട് എത്ര നാളായി? വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിന് മുന്നേ തന്നെ അവരിപ്പോ കേന്ദ്രത്തിന് സമരം പ്രഖ്യാപിച്ചു വന്നു. അപ്പൊ അതിന്റെ കാര്യം ആലോചിച്ചു. ഇവിടെ പിണറായി വിജയനെ കുറ്റം പറയാനും തെറി പറയാം, അതൊക്കെ സംഗതി ചെയ്യാം. ഇതേ ഇപ്പൊ ഇടതുപക്ഷം അത്ര മോശപ്പെട്ട ഒരു സംഘടനയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു 60-65 പേര് MP-മാരുള്ള സമയത്ത് ബ്ലാങ്ക് ചെക്കാണ് കോൺഗ്രസിന് കൊടുത്തു തന്നു. ആ മന്ത്രിസഭ ഉണ്ടായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭ എങ്ങനെയായിരുന്നു നമുക്ക് കാണാം. അപ്പൊ ഇടതുപക്ഷം അത്ര മോശമൊന്നുമല്ല. പിണറായി വിജയനെ തെറി പറയാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കർണാടക മന്ത്രിസഭ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഖാർഗെയുടെ കോൺഗ്രസും ഇവിടെ സതീശന്റെ കോൺഗ്രസും അത് തമ്മിലുള്ള അന്തരമായിരിക്കണം ഇത് ഇങ്ങനെ വന്നത്. അല്ലാണ്ട് ഈ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിക്കുക, അതിപ്പോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. ഇപ്പൊ ഇന്നാളെ 2 ദിവസം മുന്നേ ഗ്യാൻവാപ്പിക്കെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി സമരം ചെയ്യാൻ പോയി. അവിടെ നിന്ന് ഇപ്പൊ കോൺഗ്രസ്സുകാർ മാറി, അവിടെ ലീഗുകാർ മാത്രമായി. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ കോൺഗ്രസിന് പ്രത്യേക തരത്തുണ്ട്. CPM എല്ലായിടത്തും ഇല്ല, പക്ഷെ CPM ഉള്ളിടത്തൊക്കെ എല്ലാ ആൾക്കാരും കോൺഗ്രസിലായാലും BJP-യിലായാലും എല്ലാ ആൾക്കാരും നല്ലവരാണെന്നൊന്നുമില്ല. എല്ലാത്തിലും നല്ലതുണ്ട്, പൊട്ടിണ്ട്, ചീത്തയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് സംസ്ഥാനത്തിന് കിട്ടേണ്ട പൈസയും കാര്യങ്ങളും കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് വെട്ടിക്കുറയ്ക്കുക കാര്യങ്ങൾ ചെയ്യുക. എന്തുകൊണ്ട് ഇപ്പൊ കേരളം മുൻപന്തിയിൽ വന്നതുകൊണ്ട് വെട്ടിക്കുറയ്ക്കുക, അത് ചെയ്യരുത്. കാരണം മുൻപന്തിയിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റേതായ മെച്ചങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് തന്നെ കിട്ടുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത്, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഇതാണ്. അപ്പൊ ഈ കേരളം അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അഭിമാനകരമാണ്. അപ്പൊ അതിന് പകരം അവിടെ പൈസ വെട്ടിക്കുറയ്ക്കുക, മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് നിഷേധിക്കുക, ആ കാരണങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, താങ്ക് യു മാഡം. ശരി, നന്ദി. മാത്യു ചേരുന്നു മല്ലപ്പള്ളിയിൽ നിന്ന്. ശ്രീ മാത്യു, കേരളത്തോടുള്ള അതേ അവഗണന കർണാടകയോടും തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് 200-ലധികം താലൂക്കുകൾ വരൾച്ചാ ബാധിതമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ ബജറ്റിലൊന്നും കണ്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് കർണാടക സർക്കാർ സമരത്തിലേക്ക് പോകുന്നത് കേന്ദ്രത്തിനെതിരെ. എന്താണ് താങ്കളുടെ അഭിപ്രായം? കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം ഇതിൽ പങ്കെടുക്കില്ല എന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഇവരൊന്നും ഭരിച്ചിട്ട് കേരളത്തെ നന്നാക്കാൻ പോകുന്നില്ല. ഒരു പ്രയോജനം കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തിട്ട് ഇവര് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. ആര് ഭരിച്ചാൽ നന്നാവും കേരളം? ആര് ഭരിച്ചാലും എന്ന് പറഞ്ഞാൽ ഇപ്പം പറയാൻ പറ്റത്തില്ല. ഇവർക്ക് ഈ ലോകം കണ്ടുപഠിക്കേണ്ടത് അതുപോലെ മലേഷ്യ, സിംഗപ്പൂര്, ഇസ്രായേൽ തുടങ്ങിയ കൊച്ചി രാജ്യങ്ങൾ, കേരളത്തിന്റെ പകുതി വലിപ്പം പോലും ഇല്ലാത്ത അവരൊക്കെ എങ്ങനെ ലോകത്തിന്റെ മുന്നിൽ കിടാവിളക്കുകളായത് കണ്ടുപിടിക്കാൻ ഇവര് പഠിക്കണം ആദ്യം. ഈ ഭരണമെല്ലാം കഴിഞ്ഞ അവസാനം ഭരണം പോകാറാകുമ്പോൾ കേന്ദ്രത്തിൽ പോയി ഭരണം ചെയ്തിട്ട് എന്താ സമരം ചെയ്തിട്ട് എന്ത് കാര്യം സാധിക്കാനോ. അബ്ദുറഹ്മാൻ ചേരുന്നു ദുബായിൽ നിന്ന്. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, ഇത് എങ്ങനെയാണ് ഇവര് കോൺഗ്രസ് കേരളത്തിൽ നിന്ന് സമരം ചെയ്യാനായിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് പോവുക? കാരണം സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞതാണ് ഞാൻ RSS ശാഖയാണ്. ബാക്കിയുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഇവിടുന്ന് അഡ്വാൻസ് മേടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവർ ഇനി സമരത്തിന് പോയതാണെങ്കിൽ ഇവർക്ക് അവിടെ പിന്നെ എന്ത് സ്ഥാനമുള്ളത് BJP-യില്? അപ്പൊ നാളത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മാസവും 8 വർഷവും ഒന്നും നോക്കിയ 8 വർഷമായിട്ട് കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്രം. 8 മാസമേ ആയിട്ടില്ല കർണാടകയിലുള്ള മന്ത്രിസഭ വന്നിട്ട്. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഇനി നീട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പൊ അവരുടെ വിവരം പോലും ഇല്ലാത്ത കുറച്ച് പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്, കേരളത്തിലുള്ളത്. അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷം, അതും മുഖ്യമന്ത്രി ക്ഷണിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചില്ല എന്ന് നാളെ പറയരുത്. കാരണം അവർ വരില്ല എന്നും അറിയാം. അവർ വന്നാൽ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ഇല്ലാതാവുന്നല്ലാതെ 19 MP-മാരുണ്ടായിട്ട് എന്താണ് കേരളത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? കൊടുക്കണ്ടെന്ന് പറഞ്ഞതല്ലാതെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
പിന്നെ വേണമെങ്കിൽ ഇപ്പൊ ലീഗിന്റെ കുറച്ച് 2 MP ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വല്ല പള്ളിയോ ഇതോ മറ്റേ പൊളിക്കണം. അത് പൊളിക്കാൻ തീരുമാനിക്കാണ്ട് ചെയ്തു കഴിഞ്ഞാൽ പൊളിക്കല്ലേന്ന് വാക്ക് പുറത്ത് പറയുകയും ചെയ്യും, അകത്തേ കൂടി മൗനസമ്മതം കൊടുക്കുകയും ചെയ്യും. അതാണ് ലീഗുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത്. ശരി, ദാസൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. കേന്ദ്രത്തിനോട് ഇവർക്കൊന്നും ഇവരാരും ഐക്യത്തിൽ നിൽക്കുന്നില്ലല്ലോ. ഇപ്പൊ മമതയും CPM ഒക്കൂല, നിതീഷ് കുമാർ അങ്ങ് പോയി. എല്ലാ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരയല്ലേ. പിന്നെ ഇവരുടെ ആൾക്കാർ കേന്ദ്രത്തിനെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷ മുന്നണി ഉണ്ടാകണമെങ്കിൽ ഈ CPM ഇതിലൊക്കെ ഇവരെ എല്ലാ സ്ഥലത്തും വലിയായിട്ട് മനോഭാവം കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷങ്ങളെല്ലാം ഒറ്റക്കെട്ട് എല്ലാം മറന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വളരെയേറെ ഗുരുതരമായ പല പല പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് കേന്ദ്രത്തിന്റെ വകയിൽ. നമ്മൾ കാണുന്നടിക്കുന്നതായിരിക്കില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലല്ലേ ഒരുമിച്ച് നിൽക്കേണ്ടത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിന് നിൽക്കാത്തത്? പക്ഷെ അത് ഇവർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് സമയത്തും ഒരു ഐക്യത്തിലില്ലല്ലോ. ഏത് സമയത്തും CPM പകരം കോൺഗ്രസ് ഒരു മൃഗീയമായിട്ട് ആക്രമിക്കുമല്ലേ. അത് തന്നെ അവർക്ക് ഒരു മാനസികമായിട്ട് ഐക്യമില്ല. ആർക്ക് വളം വെക്കുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. ഉമേഷ് ചേരുന്നു പാലയിൽ നിന്ന്. ഉമേഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഉമേഷ്, കേൾക്കാം. ഒരു മാസമെങ്കിലും അടുത്തുള്ള പിണറായി വിജയൻ അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മന്ത്രിമാരുടെയും കാല് പിടിച്ചുള്ള അപേക്ഷ കൊണ്ടാണ് ഇപ്പൊ കർണാടക ഈ കൂടെ കൂടാനുള്ള ഒരു കാരണം. നിരന്തരം പോയി ആവശ്യപ്പെട്ടിട്ടുണ്ട്, കാല് പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ്. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം കർണാടകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ അന്വേഷണം അങ്ങോട്ട് വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ സ്വർണ്ണക്കടത്ത് തടയുന്ന പോലെ എങ്ങനെയെങ്കിലും തടഞ്ഞൊന്ന് നിർത്തണം, ഈ 2 വർഷം കൂടെ എങ്ങനെയെങ്കിലും നിങ്ങൾ തടഞ്ഞു നിർത്തണം, ഞങ്ങളുടെ കൂടെ കൂടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നതിന്റെ പുറത്തുള്ള ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ കർണാടകയിലാണ് ഇതിന്റെ മെയിനായിട്ടുള്ള സ്ഥാപനം വീണ വിജയന്റെ. അവിടെ മുതലാണ് ഇതിന്റെ പിടി വരുന്നത്. ആ പിടി ഒന്ന് തടയാൻ വേണ്ടി ഇവിടെ ഇപ്പൊ കാലെ കയ്യെ വീട് എന്തെങ്കിലും ബാക്ക്മാനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് കൂടി രൂപ കിട്ടിയിട്ടില്ല, അതിന് പകുതി തരാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ആയിരിക്കാം ഒരു സാധ്യത എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അജിബോൻ ചേരുന്നു അമ്പലപ്പുഴയിൽ നിന്ന്. ശ്രീ അജിബോൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റും കൂടെ ഈ നാടകം കളിയാണ് നമ്മുടെ ഈ സംസ്ഥാനത്തും ഈ കർണാടകയിൽ ഇപ്പൊ കിട്ടിയുള്ളല്ലോ. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ സമയത്ത് ഇപ്പൊ ഇലക്ഷൻ വരികയാണ്, എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇതിന് ഒരു വ്യക്തത നമ്മുടെ CPMന്റെ കേരളം ഭരിക്കുന്ന CPMന് ഉണ്ടോ? ഒരു വ്യക്തത എന്താണ്, ഏതാണ് രീതി, കടം എന്താണ്, പ്രശ്നങ്ങള് എന്നൊന്നും അറിയാതെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അതൊക്കെ പല തവണയായിട്ട് വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ശ്രീ അജിബോൻ. ഓക്കെ ശരി. ശരി, മറ്റ് പ്രേക്ഷകരിലേക്ക് എത്താം. ഇടവേള. വാക്കുകൾക്ക് പൊതുവേദി തുടരുന്നു. സൂപ്പി ചേരുന്നു വെള്ളമുണ്ടയിൽ നിന്ന്. സൂപ്പി, കർണാടകവും കേന്ദ്രത്തിനെതിരെ സമരത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം വെട്ടിലാവുന്നുണ്ടോ? കർണാടകയും കേരളത്തിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഇവിടെ കോൺഗ്രസ് കേരള ഘടകം പ്രതിഷേധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് കർണാടക സർക്കാർ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് BJPയുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കുന്ന കാലത്തോളം LDFനെതിരെ UDF സമരത്തിന് പങ്കെടുക്കില്ല. കാരണം ഈ 19 MP തെരഞ്ഞെടുപ്പിലും മുഖ്യമായ പങ്ക് BJPക്കുണ്ട്. കാരണം നമ്മളെ വയനാട്ടിലെ സംബന്ധിച്ച് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ LDFന്റെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടുത്തം നടന്നിട്ടില്ല. ശരി, ശ്രീ സൂപ്പി. ബാബു ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലായില്ല, കർണാടക നാളെയാണ് സമരത്തിന് പോകുന്നത്, കേരള ഗവൺമെന്റ് സമരത്തിന് പോകുന്ന 9-ാം തീയതിയാണ്. ആ പാലക്കാരൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എന്താ കാലെ പിടിക്കുന്നോ, പിണറായി വിജയനെന്നോ പ്രജാനന്റെ മോളെന്നോ ഒക്കെ പറയുന്നു. അതുമായിട്ട് ഇതിനെന്ത് ബന്ധം? 67,000 കോടി സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. പിന്നെ 200ഓളം ഡിസ്ട്രിക്റ്റില് അവിടെ ഉണങ്ങി വരേണ്ട 20ഓളം ഡിസ്ട്രിക്റ്റിൽ അവിടെ ഉണങ്ങി വരേണ്ട കാലാവസ്ഥ, അവിടെ എല്ലാം കരിഞ്ഞു പോകുന്നു, അന്നും സഹായം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ സമരത്തിന് പോകുന്നത്. നാളെയാണ് അവർ സമരത്തിന് പോകുന്നത്. അതിന് കേരള ഗവൺമെന്റോ പിണറായി വിജയനോ മോളോ ഇതിന് ആരുമായിട്ട് എന്ത് ബന്ധം? പാലക്കാരൻ എന്തോ പറഞ്ഞെന്ന് അയാളോട് തന്നെ ചോദിച്ചു വന്നു. മാഡം മഹേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ മഹേഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നു. പക്ഷെ കിട്ടാനുള്ള എന്തിന്റെങ്കിലും കണക്ക് അവർ കൊടുത്തിട്ടുണ്ടോ?
ഒന്നിന്റെയും കണക്കും കൊടുത്തിട്ടില്ല, കിട്ടാനുണ്ട്. ആഡിറ്റ് ചെയ്ത് കറക്റ്റ് കണക്ക് അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് അവര് കറക്റ്റ് എന്താന്ന് വെച്ചാൽ കൊടുക്കും. ഇത് കണക്ക് കൊടുത്തല്ലേ അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് കള്ളത്തിനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടായി. കിട്ടാനുണ്ട് കുറെ നാളായിട്ട് കേൾക്കുക. അവര് കണക്ക് ചോദിക്കുന്ന കണക്ക് കൊടുക്കത്തുമില്ല. കണക്ക് കൊടുക്കും, അപ്പൊ അവര് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടും. അതിന്റെ എന്റെ ന്യായം. ഹലോ, ശരി. കൃഷ്ണദാസ് ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ ഇവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യസന്ധതമല്ല മേഡം. ഇപ്പൊ കർണാടകയിലെ മുഖ്യമന്ത്രി സമരത്തിന് പോണെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിന്റെ വ്യവസ്ഥിതി തന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം സമരത്തിന് പോകാത്തതെന്നാണ്. കാരണം കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ഥാനമാണോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്? അല്ല. ഇവര് ഏത് പ്രശ്നം വന്നാലും കേന്ദ്രത്തിലെ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കേന്ദ്രം പറയുന്നത് എല്ലാ ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. കർഷകർക്ക് കൂടി കിട്ടാനുള്ള മറ്റേ ഗഡു 1 രൂപ പോലും കൊടുക്കാതെ കർഷകർ മുഴുവനും വലിയാണ് മേഡം. ഈ പിണറായിക്കെതിരെയാണോ പ്രതിപക്ഷം സമരത്തിന് പോകേണ്ടത്? അല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പെൻഷൻ കൊടുത്തിട്ട് 6 മാസമായി മേഡം. പാവങ്ങൾ പട്ടിണിയിലാണ്. ഒരു നിർധനരായ അമ്മമാർക്കും വയസ്സായ ആൾക്കാർക്കും കൊടുക്കുന്ന വാർദ്ധക്യ പെൻഷൻ പോലും കൊടുക്കുന്നില്ല. എന്തിനാ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷം സമരം പോട്ടെ? VD സതീശൻ സാർ എടുത്ത തീരുമാനം ശക്തമായ തീരുമാനമാണ്. അതിന് നമ്മൾ അനുകൂലിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനെതിരെ എന്തിനാ സമരത്തിന്, കേന്ദ്രത്തിനെതിരെ എന്തിനാ സമരത്തിന് പോകേണ്ട ആവശ്യം? VD സതീശൻ സാർക്ക് ബിഗ് സല്യൂട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഉറച്ച തീരുമാനമാണ്. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്, ഇതാണ് കേരളം എന്നുള്ളതാണ് VD സതീശൻ സാറിന്റെ തീരുമാനം. ശരി. കരുണൻ ചേരുന്നു കുറ്റ്യാടിയിൽ നിന്ന്. ശ്രീ കരുണൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ രാഷ്ട്രീയക്കാർ നന്നാവില്ല. കാരണം ഇവര് കേന്ദ്രത്തിനെതിരെ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയം. ഇവര് പരസ്പരം സംസാരിക്കാറില്ല. ഒരുപാട് എങ്ങനെയുണ്ട് കേരള ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ? അല്ലാതെ കേരളത്തിന്റെ താല്പര്യം ഇവർ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് കേന്ദ്രത്തിന് ഇവർക്ക് കിട്ടേണ്ട ചോദിച്ച് മേടിച്ചെടുക്കാൻ ഇവർ ഒരുമിച്ച് നിൽക്കണ്ടേ? അതിവർക്കാവില്ല. ഇവര് വീണന്റെ കാര്യവും മറ്റേ കാര്യം ഇവരെ കാര്യം തമ്മിൽ കരുതുന്നല്ലാണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട്. പിന്നെ മോദി ഒന്നും ചെയ്യാനാവില്ല, മോദി മേഖലയാണ് സംഭവമാണെന്നൊക്കെ പറയൂ. ഇത് അറിഞ്ഞിട്ടും ഇവരൊന്നും ചെയ്യുന്നില്ല. സതീശനൊക്കെ അവന്റെ കാര്യം എങ്ങനെ കേരളത്തെ ആ രാഷ്ട്രീയ തകർക്കാം? ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിന്റെ ഒരു വികസനം നടക്കില്ല. കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ അവരെ കാര്യം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവർക്ക് പറയുകയാണെങ്കിൽ അവരെ കാര്യം നടക്കണ്ടേ? അവരിങ്ങനെ ഉപ്പിലിട്ട് കൂഞ്ഞു പോലെ നിൽക്കുമെന്നല്ലാതെ അവർക്കൊന്നും ഒരു സംഭവം നടക്കുന്നില്ല. എന്നാൽ മര്യാദയ്ക്ക് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ സമ്മതിക്കില്ല. ശരി. ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ പറഞ്ഞോളൂ. മേഡം നമസ്കാരം. ഈ കേരളത്തിന്റെ കർണാടകത്തിന്റെ കാര്യം ഒരുപോലെ കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കുന്നുണ്ട്. ഈ കാരണം അത്രയും വാങ്ങി വെച്ചുകൂടെ ദൂർത്തും അടിച്ച് മക്കളെ മരുമക്കളെ ആക്കിയിട്ട് കേന്ദ്രത്തിന്റെ കുറ്റം പറയാണ്. കർണാടകത്തിൽ അതുപോലെയല്ല. ഇവിടെ ആണെങ്കിൽ എന്നും കർണാടകത്തിലാണെങ്കിൽ എന്നും റെയ്ഡും അവരൊന്നും കൊടുക്കത്തില്ല. കാരണം BJP സർക്കാരിനെ ഭരിക്കാൻ അനുവാദം കിട്ടാത്തതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല. കേരളത്തിലാണെങ്കിൽ അതല്ല, ഒരു പ്രതീക്ഷ വച്ച് വേർത്തിക്കൊണ്ട് പിണറായി എന്ത് ചോദിച്ചാലും കൊടുക്കുകയാണ്. ഇവിടെ പിണറായിയുടെ വീട്ടിൽ വല്ല റെയ്ഡും ഉണ്ടോ, വല്ല കേസും ഉണ്ടോ അവർക്കെതിരെ? പിന്നെ 18 MP പോയതിനെക്കാളും 99 ഇവിടെ കണ്ട കട്ടുപിടിക്കുകയല്ലേ? അവരെന്ത് ചെയ്തിട്ടാണ് ഈ ദൂർത്തം നടത്തിയിട്ട് ഈ കേന്ദ്രത്തിന്റെ പേരിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇയാൾ സതീശൻ പോയില്ലാണ്ട ഇവിടുത്തെ പാവപ്പെട്ട പിള്ളേരെ കൊണ്ട് ജനങ്ങളെ പെണ്ണുങ്ങളെ ചവിട്ടി മേടിച്ച് തലമുടിയെ പിടിച്ച് ചുറ്റി വലിച്ച് കയ്യെ പിടിച്ച് തിരിച്ചിട്ട് ഇയാളെ കൂടെ സമരത്തിന് പോകണോ? സതീശന്റെ അടുത്ത് ഉഗ്രം തീരുമാനമാണ്. ഒരു പ്രതിപക്ഷത്തിന് അവർ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ കേരളത്തിൽ ഇപ്പോഴും. ശരി. ഡേവിഡ് വിജയ് ചേരുന്നു പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതായത് കേരള ഗവൺമെന്റും കർണാടകത്തിലെ ആര് ഭരിച്ചാലും കർണാടകം അഴിമതിയുടെ കൂത്തരങ്ങാണ്. ധൂർത്തിന്റെയും കടുകാര്യസ്ഥതയുടെയൊക്കെ അവരുടെ കാംകോ എന്ന് പറഞ്ഞിട്ടൊരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു കമ്പനിയിൽ ഞാൻ ഇരുന്നിരുന്ന ഈ ഏരിയ മാനേജറായിട്ട് ഹൈദരാബാദിൽ. ഇത്രയും അത് നശിപ്പിച്ചത് കർണാടക ഗവൺമെന്റാ. എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ ചെന്ന് കൈ നീട്ടണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് കാണിക്കുന്ന ദൂരത്തിൽ അപ്പുറമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഒരേ തൂവൽ പക്ഷികളാണ്. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. അതിനിപ്പോ നാളെ കോൺഗ്രസ് വന്നാലും ഇതൊക്കെ തന്നെ സ്ഥിതി. ഇവിടെ എറണാകുളത്ത് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം 10 പൈസ ചെലവില്ലാതെ അക്വയർ ചെയ്യാവുന്ന സ്ഥലം മഹാത്മാഗാന്ധി ആദ്യം വന്ന് ഇറക്കിയത്. റെയിൽവേ ബോർഡ് പറയണ്ടായി ഇവിടെ ഞങ്ങൾക്ക് കേരളത്തിൽ ട്രാക്കില്ലാത്തല്ല പ്രശ്നം, കയറ്റിയിടാൻ സ്ഥലമില്ലാന്ന്. അത് അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടി നല്ല എറണാകുളത്തിൽ 3 റെയിൽവേ സ്റ്റേഷനും ആവും. അവിടെ നേരെ ചെന്ന് യോജിക്കുകയും ചെയ്യും. ഇവരുടെ 17 MP എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ?
അതുകൊണ്ട് അതൊന്നും നടക്കില്ല. പിന്നെ ഇതൊക്കെ അവരെല്ലാവരും ഒരേ കണക്കാണ്. ഇനി BJP വന്നാൽ അറിയാം എന്തുണ്ടാവുന്നു. പക്ഷെ അത് കേരളത്തുകാർക്ക് ഭയങ്കര ഒരു ഹറാമാണല്ലോ, അയിത്തോണം. ഏതായാലും കേന്ദ്രത്തിൽ BJP വരുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം. അപ്പൊ നമ്മുടെ കുറച്ച് MP-മാരെ കിട്ടിയാൽ നമുക്കും ഇതൊന്നും കൂടാതെ നല്ലതായിട്ട് മുന്നോട്ട് പോകാം. ശരി ശരി. സുജിത്ത് ചേരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന്. ശ്രീ സുജിത്ത്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന വളരെ വിഡ്ഢിത്തരമായ ഒരു കാര്യമാണ്. ഒന്നിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഒന്നിച്ച് നിന്ന് സമരം ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ്. നമ്മുടെ നാട്, രാഷ്ട്രീയം മറന്ന് നമ്മുടെ നാടിന് വേണ്ടിയാണ് പൊരുതണ്ടേ. അതിന്റെ മെയിൻ കാര്യം. കാരണം ഈ 19 MP-മാര് ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ നിൽക്കുകയല്ലേ. അവര് നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചോദിച്ചു വാങ്ങുന്നുണ്ടോ? കേരയിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വരാൻ പോയപ്പോൾ അതിനെ എതിർക്കാൻ അവരൊന്നിച്ചു നിന്നു. തിരിച്ച് നേടാനുള്ളതിനും ഒന്നിച്ച് നിൽക്കണ്ടേ? മനസ്സിലായി. ശ്രീലാൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീലാൽ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അല്ല, നിങ്ങളെ ഈ ഒരു പരിപാടി കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതേ. ഹലോ, പ്രതികരിക്കാൻ വിളിച്ചതാണോ? പ്രതികരിക്കാൻ തന്നെ വിളിച്ചതന്നെയാണ്. ആൾറെഡി നിങ്ങളുടെ ഇതിപ്പോ TV-ല് ന്യൂസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ കോൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഞാൻ വിളിച്ചത്. പറഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചത്, അല്ലാണ്ട് ഞാൻ വിളിക്കില്ലായിരുന്നു. ശരി, നമ്മുടെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ടോ ശ്രീലാൽ? എന്താണ് നിങ്ങളുടെ കറക്റ്റ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മനുഷ്യന്മാരാകെ പെട്ടിടക്കാനല്ലേ മനുഷ്യൻ. എന്താണ്? ഹലോ, പറയൂ, എന്താണ്? ശ്രീലാൽ തിരുവനന്തപുരം അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അജിമോൻ ചേരുന്നു. അജിമോൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. കോൺഗ്രസ് കാണിക്കുന്നത് വെറും വൃത്തികെട്ട പരിപാടികളാണ്. കാര്യം കേരളത്തിന്റെ പ്രതിസന്ധിക്ക് വേണ്ടി കേന്ദ്രത്തിൽ സമരത്തിന് പോകാൻ കോൺഗ്രസിന് സമയമില്ല. ഇവിടുത്തെ കോൺഗ്രസ് BJP-ക്കാരാണ്. ഇവിടുത്തെ മുക്കാൽ കോൺഗ്രസ്സുകാർ BJP-ക്കാർ തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ അവർ BJP-യുടെ വോട്ട് കച്ചവടം കയറ്റിപ്പിടി, എന്നിട്ട് കമ്മ്യൂണിസ്റ്റിനെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കച്ചവടം ചെയ്ത് പറയുകയാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം BJP-ക്കാരാണ്. മുക്കാലും BJP-ക്കാർ തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. മോഹൻ ചേരുന്നു മല്ലപ്പള്ളിയിൽ നിന്ന്. ശ്രീ മോഹൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എനിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ പറയാൻ. കാരണം ഇവിടുത്തെ മതേതരത്വ ശക്തികളെല്ലാം ഒന്നിക്കണം. അത് കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ഒന്നുമില്ല. അതാണിപ്പോ. എന്താണ് ഇപ്പൊ കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിലുള്ള അവഗണന, അതിനപ്പുറത്തേക്ക് പല വിഷയങ്ങളും സംഭവിക്കുന്നു. ഇതിലൊന്നും എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കുന്നില്ല? ഇതാണ് സംഭവിക്കുന്നത്. ഇത് കേന്ദ്രത്തിലെ ഭരണം പോലും നമ്മളെ ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു. ഇവരെന്തുവാണ് ഈ കാണിക്കുന്നത്? ശരി. ദീപു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അല്ല, ഇവിടെ പിന്നെ ഏത് സംസ്ഥാനവും കേന്ദ്രം BJP ഇതര സംസ്ഥാനങ്ങളെ കേന്ദ്രം തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അത് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഇതാരും BJP-യുടെ തറവാട്ട് സ്വത്ത് നിന്ന് കൊണ്ടുവരേണ്ട കാശല്ല. നമ്മുടെ ഇവിടെ നിന്ന്, നമ്മുടെ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞിട്ട് കൊണ്ടുവന്ന പണത്തിന്റെ കണക്കിലാണ് കേരളത്തിന് തരേണ്ടതോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് നമുക്ക് തരേണ്ടത്. അവിടെയാണ് ഈ കേരളം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കർണാടക അങ്ങനെ. കേരളം ഇത് മാത്രമല്ല ചെയ്തത്, എല്ലാ MP-മാരോടും പറഞ്ഞു. അവര് ഈ പറയുന്ന 18 MP-മാര്, കോൺഗ്രസിന്റെ MP-മാര് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും വേണ്ടിയില്ല. മാത്രമല്ല കേരളം ചെയ്തത് എന്താ? സുപ്രീം കോടതി പോയി പ്രത്യേക സ്യൂട്ട് സമർപ്പിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ അവിടെ കണ്ടു, കോടതി നോക്കി, അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ട് വാദത്തിനായി മാറ്റിവെച്ചു. അങ്ങനെയാണ് നമുക്ക് നേരിടാവുന്ന എല്ലാ വഴികളിലൂടെയാണ് കേരളം പോകുന്നത്. കർണാടകവും ആ വഴിക്കാ പോകുന്നത്, തമിഴ്നാടും ആ വഴിക്കാ പോകുന്നത്. അതിവിടുത്തെ സതീശനും കൂട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അവരിപ്പോഴും കേരള വിരുദ്ധമായി കേരളത്തിന് എന്തെല്ലാം ദ്രോഹം ചെയ്യാം, ആ ദ്രോഹം ചെയ്യുന്ന പണിയാണ് ഇവിടുത്തെ പ്രതിപക്ഷം BJP-യോടൊപ്പം ചേർന്ന് BJP-യുടെ കാല് നൽകിക്കൊണ്ടാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമചന്ദ്രൻ ചേരുന്നു. രാമചന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതെ, കേരളത്തിന് 19 MP ഉണ്ട്, 18 MP ഉണ്ട്. ഈ MP-മാരെല്ലാം പോയിട്ട് ഇവിടെ ഭരിക്കുന്ന CPM-ന് വേണ്ടി, ഇപ്പൊ നിങ്ങൾ പറയും അല്ല കേരളത്തിന് വേണ്ടി അല്ലേ, CPM-ന് വേണ്ടി കേന്ദ്രത്തിന്റെ കാല് പോയി പിടിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ മന്ത്രിമാരും മന്ത്രിസഭയിലെ കേരള ഗവൺമെന്റ് ഇവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കടുത്ത ദ്രോഹങ്ങളെ കുറിച്ച് നിങ്ങളെന്ന് പറയൂ. ഇങ്ങനെയൊക്കെ പോകാൻ തോന്നണമെങ്കിൽ തമ്മിൽ ഒരു സമന്വയം വേണം. അങ്ങനെ ഒരു സമന്വയം എന്തായാലും പിണറായി എന്ന് പറഞ്ഞ ഈ സാധനം ചാത്താ പോലും കോൺഗ്രസിന് ഉണ്ടാവില്ല.
കോൺഗ്രസിന് ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. അത്ര കടുത്ത ദ്രോഹങ്ങളാണ് ഈ കേരളത്തിനോടും കോൺഗ്രസിനോടും പ്രത്യേകിച്ചും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകളുടെ കള്ളത്തിനൊക്കെ പുറത്തേക്ക് വരട്ടെ, അന്നേരം നമുക്ക് ഒന്നിച്ചൊരു പോക്ക് പോവാം. എവിടേക്ക്? ജയിലിലേക്ക് കേട്ടാ. ശരി, രാജൻ ചേരുന്നു ചെന്നൈയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കളുടെ രാജേഷ് താങ്കൾ പറഞ്ഞോളൂ. ഒന്നുമില്ല മാഡം, ഇപ്പോഴത്തെ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ കേരളത്തിന് വേണ്ടി ഒരു എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല ചെയ്യുന്നത്. അവർ അവരവരുടെ കാര്യങ്ങൾ നടത്തുക എന്നാണ്. ഈ 17 MP-കളുള്ള ഒരു പാർട്ടിയും ഒരു MP ഇല്ലാത്ത മറ്റുള്ള പാർട്ടിയും കേരളത്തിനോട് എന്താ കാണിക്കുന്നത്? മറ്റുള്ള സംസ്ഥാനങ്ങളുടെ വികസനം അവർ പറയുന്നുണ്ട്, കേരളത്തിന് വെളിയിൽ ഏതാണ്ട് വലിയ കാര്യങ്ങളാണ് നടക്കുന്നുണ്ട്. കേരളത്തിന് വെളിയിലുള്ള ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇന്ന് നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇവർക്ക് വാങ്ങിച്ചെടുക്കാനായിട്ടുള്ളൊരു പക്വതയില്ല. ഇവര് വാങ്ങിക്കുന്ന കാശിൽ നിന്നൊരു കണക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തല്. അത് മാറ്റിയാൽ ഏത് പാർട്ടി വന്നാലും ഇപ്പം BJP കേരളത്തെ കമ്പയർ ചെയ്യല്ലേ ശ്രീ രാജേഷ്? നന്ദി. വിളിച്ചതിന് മോഹൻദാസ് ചേരുന്നു ആലത്തൂരിൽ നിന്ന്. മോഹൻദാസ്, താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം. ഇത് പ്രതിപക്ഷത്തിന് ഭരണകക്ഷി അല്ലെങ്കിൽ CPM കുറ്റം പറയുന്നത് സഹകരിക്കില്ല എന്ന്. ഇവരെന്ത് സഹകരണം ഇവരോട് കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അസംബ്ലിയിൽ പോയി കഴിഞ്ഞാൽ ഇവര് നിശ്ചിതമായിട്ട് ഒരു കാര്യങ്ങളും എടുക്കില്ല. ഇവരുടെ അടിയന്തര പ്രമേയം അവർക്കെതിരായിട്ട് കഴിഞ്ഞാൽ അത് സ്പീക്കർ തള്ളിക്കളയും. അതുപോലെ തന്നെ പുറത്താണെങ്കിലും നിശ്ചിതമായ വിമർശനങ്ങളും അവർക്ക് അവഗണനകളും. അപ്പോൾ ഇവർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ സഹകരിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില വില പുറത്തു വരില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, എനിക്ക് ഒരു കാര്യം എന്റെ അറിവപ്പെട്ട ഒരു കാര്യം ഒന്ന് ഇപ്പൊ പറയണം. അതായത് ഈ ടാക്സ് ഇവിടെ പിരിക്കില്ല എന്നൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഞാൻ ഇപ്പൊ ഈ ഒരാഴ്ച മുമ്പ് എനിക്ക് അറിഞ്ഞു, ഞാൻ സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോ ഒരു ഓട്ടോറിക്ഷ നമ്മുടെ ഭാഗത്ത് ഓടുന്നത് 2015 എടുത്ത ഓട്ടോറിക്ഷ ഇത്ര കാലമായി. അത് ഞാൻ നോക്കിയപ്പോ ഒരു സാധനം അടച്ചിട്ടില്ല, അതില് ഒക്കെ ഡ്യൂസാണ്. അത് ഇവർ പിരിച്ചെടുക്കില്ല. നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്. മോഹൻദാസ്, നന്ദി വിളിച്ചതിന്. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി